ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പാർട്ടിൽ ഷെയ്ഡിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ, എളുപ്പമായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പലർക്കും ഇപ്പോഴും ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതൊക്കെ പെൻസിലാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പം ആ ഒരു പെൻസിൽ നിങ്ങൾ എടുത്തിട്ട് വരച്ചാൽ മതി. അപ്പം നിങ്ങളിൽ എല്ലാ കയ്യിലുള്ള പെൻസിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളിലുള്ള പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ വരച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ്ങൊക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് മെറ്റീരിയൽസ് വാങ്ങി വെക്കുക. അവരുടെ റേറ്റുള്ളതൊന്നും വാങ്ങണ്ട, ചില പറഞ്ഞൊക്കെ വാങ്ങി വെച്ചാൽ മതിയാകും. നിങ്ങൾ വരച്ച് പഠിക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റുള്ള മെറ്റീരിയൽസിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിൻ്റെ അകത്ത് ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രോയിങ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വാങ്ങേണ്ട കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ആർട്ട്ലൈൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെൻസിൽ വാങ്ങി വേണേൽ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം വലിയ റേറ്റൊന്നും ഇല്ലാത്തൊരു പെൻസിലാണ്, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കാനും പറ്റും. ഒരുപാട് റേറ്റുള്ള പെൻസിലൊന്നും നിങ്ങൾ വാങ്ങണ്ട വരച്ച് പഠിക്കുന്ന സമയത്ത്. അതുപോലെ ഷെയ്ഡിങ്ങൊക്കെ നിങ്ങൾക്ക് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ നമുക്ക് എങ്ങനെ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡിങ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, കമൻറ്റൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അപ്പം ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വരുന്ന, അതായത് പുതിയ കമൻറ്റ് വരുന്നതനുസരിച്ച് ആ ഒരു കമൻറ്റ് നോക്കിയായിരിക്കും ഞാൻ വരച്ച് പോവുക. അപ്പം പഴയ കമൻറ്റ് ചിലപ്പം വിട്ടു പോകുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണെങ്കിലും ഞാൻ ഓരോ കമൻറ്റ് നോക്കി തന്നെയാണ് വരച്ച് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതും ഞാൻ വരയ്ക്കാതിരിക്കത്തില്ല, തീർച്ചയായും വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ രണ്ടാമത്തെ പാർട്ട് ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായി, ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴും ഫോണിൽ നോക്കിയിരുന്നുള്ളൊരു വരയായതുകൊണ്ട് തന്നെ, ആ ഒരു വർക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു തലവേദന ഉണ്ടാവില്ല. അപ്പോൾ ആ തലവേദനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ലേറ്റായത്. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഴയ പോലെ തന്നെ വീഡിയോ ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ തലവേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ശരിയാകത്തില്ല. എന്നാലും ഞാൻ മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓരോന്നും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡ്രോയിങ് പഠിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കണ്ണിൻ്റെയൊക്കെ ഒരു ഭാഗം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് എടുക്കാനായിട്ടുണ്ട്. അപ്പം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പേപ്പർ സ്റ്റമ്പാണ്. അതുപോലെ ടിഷ്യൂ പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രഷിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബ്രഷോ പേപ്പർ സ്റ്റമ്പോ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി. അപ്പം രണ്ട് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു റേറ്റ് വരുന്ന മെറ്റീരിയൽസ് ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ രണ്ട് വാങ്ങി വെച്ചേക്കുക. അപ്പം ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. ബ്രഷ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് പേപ്പർ സ്റ്റമ്പ് ഉണ്ടെങ്കിൽ ഈ കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പേപ്പർ സ്റ്റമ്പാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ കുറച്ചൊന്ന് ചരിച്ച് പിടിച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡയറക്റ്റ്, അതായത് നമ്മൾ ഈ എഴുതാനൊക്കെ പെൻസിൽ പിടിക്കില്ലേ, അപ്പം ആ രീതിയിൽ പിടിച്ച് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഡാർക്ക് ഷെയ്ഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഡാർക്ക് ഷെയ്ഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ലൈറ്റായിട്ടുള്ള ഷെയ്ഡിൽ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ള ലൈറ്റുള്ള പെൻസിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ HB പെൻസിൽ വരെ ഉപയോഗിക്കുന്നുണ്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അത്രയും ലൈറ്റുള്ള ഷെയ്ഡ് മതി ഇതിൻ്റെ അകത്ത്. ഈ ഫേസിൽ വലിയ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു ഫേസിലില്ല. ആ കണ്ണിന് ചുറ്റുമുള്ള കുറച്ച് ഭാഗത്ത് മാത്രമേ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വരുന്നുള്ളൂ. ഞാൻ നെറ്റിയുടെ രണ്ട് സൈഡിലായിട്ട് ഇച്ചിരി ഒന്ന് ഷെയ്ഡിങ് വരുന്നുണ്ട്, അതും ഒരുപാട് വലിയ ഷെയ്ഡിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് ഞാൻ HB പെൻസിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ 2B പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ള ഡാർക്കായിട്ടുള്ള പെൻസിലൊന്നും നമുക്കവിടെ ആവശ്യമില്ല.